പക്ഷികൾ കാരണം വിമാനയാത്ര മുടങ്ങുകയോ വൈകുകയോ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. 2 പ്രാവുകൾ കാരണം വിമാനയാത്ര വൈകിയ ഒരു കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഇണപ്രാവുകൾ വിമാനത്തിനകത്തായിരുന്നു എന്ന് മാത്രം. വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം. നമുക്കിപ്പം അഞ്ജലി ജോൺ ചേരുന്നുണ്ട്. അഞ്ജലി, വിമാനത്തിലായിരുന്നു ഇവരുടെ പറക്കൽ എന്നുള്ളതാണ് കുറച്ചൊന്ന് ടാസ്ക് അല്ലേ? കാരണം കോട്ടൂരി പിടിക്കേണ്ടി വന്ന അവസാനം എന്തായിരുന്നു സംഭവിച്ചത്? പൊതുവെ നമ്മൾ ഈ വിമാനയാത്രകൾ കഴിഞ്ഞ് വരുമ്പോൾ ആളുകൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാറില്ലേ, എങ്ങനെയായിരുന്നു വിമാനയാത്ര, രസകരമായിരുന്നു എന്നൊക്കെ ചോദിക്കാറില്ലേ. എന്തായാലും ഈ ഒരു എയർപ്ലെയിനിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പറയാനുള്ളത് എന്തായാലും സാധാരണ എങ്ങനെ ആളുകൾക്കൊന്നും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ഡെൽറ്റ എയർലൈനിലാണ് ഇതുപോലൊരു രസകരമായ സംഭവം നടക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ ഒരു രസകരം, ഒരു കൗതുകമൊക്കെ തോന്നുമെങ്കിലും അതിലുള്ള ആൾക്കാർക്ക് ഏകദേശം 56 ഒരു മണിക്കൂറോളം അവർക്ക് ഈ ഫ്ലൈറ്റ് ഡിലേ ചെയ്യാം. അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. US തന്നെയുള്ള 2 സ്ഥലങ്ങളിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഡെൽറ്റ എയർലൈൻ ഈ പറയുന്ന പോലെ എയർപോർട്ടിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങാൻ ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ കുറച്ച് നേരം മുൻപേ ആണ് ഇതുപോലെ എവിടുന്നോ ഒരു പ്രാവിൻ്റെ ഒരു കുറുകൽ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ആളുകൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്നത് പ്രാവിൻ്റെ സൗണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ അകത്തിരുന്നിട്ട് തന്നെ ആളുകളെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് നമ്മുടെ പൈലറ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്യാണ്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ഡിലേ ആണ്, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ വിളിക്കാതെ ഒരു പിജിയൻ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയണം, പ്രാവ് എത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആളുകൾക്കുള്ള ആകാംക്ഷയെ നോക്കിയപ്പോൾ ദേ പറന്നിങ്ങനെ നടക്കുകയാണ് ആളുകളുടെ തലയിലൂടെ മുകളിലൂടെ. അങ്ങനെ ഒരാൾ നേരെ എനിക്ക് നിന്ന് ചാടി പിടിച്ച് ജാക്കറ്റും കൊണ്ട് പ്രാവിനെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ സിറ്റുവേഷനും കാമാവുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾക്കറിയാം ഇങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോവാം. അപ്പോൾ അതിൽ അലമുറയിടുന്ന ശബ്ദങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ പിന്നിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ രീതിയിൽ പ്രാവിനെയൊക്കെ പിടിച്ച് അങ്ങനെ പുറത്താക്കുന്നു. അങ്ങനെ ഇവർ വീണ്ടും രണ്ടാമത്തെ രീതിയിൽ റൺവേയിലേക്ക് നമ്മുടെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോൾ പിന്നെയും അടുത്തൊരു പ്രാവ് അങ്ങനെ വന്ന് ഇനിയിപ്പോൾ ആളുകളെല്ലാം പിന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം എല്ലാവരുടെ അടുത്തും. അങ്ങനെ രണ്ടാമത്തെ പ്രാവിനെയൊക്കെ പിടിച്ച് ആളെയും പുറത്താക്കിയൊക്കെ വന്നപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ആളുകൾക്ക് ആളുകൾ ഇത് രസകരമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം പങ്കുവച്ചത്. ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. ഈ ഫ്ലൈറ്റിൽ തന്നെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത് അതെ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അതിനെപ്പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെ എയർപോർട്ടിന്റെ അടുത്തൊന്നും ഭക്ഷണ പദാർത്ഥങ്ങളോ അങ്ങനെ മാലിന്യങ്ങളോ ഒന്നും നിക്ഷേപിക്കരുത്, ഇങ്ങനെ പക്ഷികളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാന്നുള്ള കാര്യം. ഈ പ്രാവ് എവിടെ നിന്ന് വന്ന് കയറി എന്നുള്ള കാര്യം ആർക്കും വ്യക്തമല്ല. പക്ഷെ എന്നാൽ ഇതിന്റെ ഈ ഫ്ലൈറ്റിന്റെ അകത്ത് തന്നെ ഈ പ്രാവ് വന്നപ്പോൾ തന്നെ ഒരു ചെറിയ കുട്ടി നമ്മുടെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി ഉടനടി ചോദിച്ചു, എനിക്ക് തരുമോ ഈ പ്രാവിനെ, ഞാൻ വളർത്തിക്കോട്ടെ പെറ്റായിട്ട്. എന്തായാലും വളരെ രസകരമായ ഒരു രസകരവും കൗതുകവും ഒക്കെ അതിലുണ്ട്. ആളുകളെ പാനിക് ആയിട്ടില്ല എന്നുള്ളതും, കാരണം അനൗൺസ് ചെയ്തതും അത്ര ചെറിയ രീതിയിലാഘവത്തോടെ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇവര് ഭയപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും 2 ഇണപ്രാവുകളാണ് ഇത്തരത്തിൽ യാത്ര കുറച്ചധികം വൈകിപ്പിച്ചത്. എന്തായാലും സംഗതി കാര്യം അവർ അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അഞ്ജലി പറയുന്നത്.